ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാമെന്ന് വിചാരിച്ച് രാത്രി കിടക്കാൻ നേരത്തെ പാത്രമെല്ലാം കഴുകി വെച്ചുകൊണ്ട് രാവിലെ വലിയ ജോലികളൊന്നും അടുക്കളയൊക്കെ ക്ലീനായിട്ട് തന്നെ കിടക്കും. അപ്പോൾ രാവിലെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ വൈകിട്ട് ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് വെച്ച് എല്ലാം നല്ല പുളിച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടി ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കി കൊള്ളാമെന്ന് ആഗ്രഹം. കാരണം ഏറ്റവും എളുപ്പമുള്ളൊരു ഫുഡാണല്ലോ. പെട്ടെന്ന് ചമ്മന്തി അരയ്ക്കാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പം കഴിക്കാൻ നേരത്താണെങ്കിലും ചൂടോടെ നമുക്ക് ചുട്ട് കൊടുക്കാം. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ദോശ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള പലഹാരം. പക്ഷേ എന്നും അത് ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ ഓടിക്കും. ഇന്ന് തന്നെ ദോശയാണെന്ന് പറയുമ്പോൾ ഇന്ന് ദോശയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മക്കൾ എണീറ്റ് വന്നത്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളച്ചമ്മന്തി എൻ്റെ മോക്കും ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ്. ഹസ്ബൻഡ് വീട്ടിലുള്ള ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മുളക് ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അത് ഉള്ളി വെച്ചിട്ടും സവാള വെച്ചിട്ടും ഉണ്ടാക്കുക. ഞാൻ സവാള വെച്ചിട്ടാണ് സവാളയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിലേക്ക് ശകലം വെളിച്ചെണ്ണയും വിനാഗിരി ഒഴിച്ച് ശകലം കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് ഉപ്പും ആവശ്യത്തിനിട്ട് മിക്സ് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് ചമ്മന്തിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ അത് മിക്ക ദിവസം ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സത്യത്തിൽ രാവിലത്തെ വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയാണ്. എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കുറേ നേരം ഇരുന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് രാവിലത്തെ വ്ളോഗ് എനിക്ക് ഭയങ്കര മടി. ഉച്ചക്കത്തെ ഒക്കെയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഒത്തിരി ദിവസമായാലും രാവിലത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഓർത്ത് രാവിലത്തെ വ്ളോഗ് എടുക്കാവുന്നേ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഞാൻ ദോശയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്നും ദോശയായിരിക്കുമെന്ന്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടി പാനൊക്കെ വെച്ചിട്ട് ചമ്മന്തിയൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇനി പിന്നെ കാര്യമായിട്ട് ഉള്ള ജോലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം ക്ലീനിങ് ഒക്കെയാണ്. പിന്നെ കുറച്ച് ഇപ്പം എടുത്ത പാത്രങ്ങളും ഉണ്ട്. അതൊക്കെ ഒരു നല്ല ജോലി. അതൊക്കെ എന്നെയും കാത്ത് സിങ്കിൽ കിടപ്പുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് അവധി ആയതുകൊണ്ട് തന്നെയാണ് ജോലിയൊക്കെ ഇങ്ങനെ മന്ദഗതിയിൽ പോകുന്നത്. അവർക്ക് പഠിത്തം ഉണ്ടെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഞാൻ ചുമ്മാ ഇരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് ഒത്തിരി ഫ്രീ ടൈം കിട്ടാറുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടാറില്ല. വേറൊന്നുമല്ല, ഞാൻ ലേറ്റായിട്ട് തന്നെ എണീക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ എണീറ്റ് ജോലി തീർക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടാറുണ്ട്. പിന്നെ രാവിലെ കുറച്ച് ചെടിയൊക്കെ നട്ട് വെക്കാനുണ്ട്. ഒരുപാടൊന്നുമില്ല. എന്നൊരു കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ചെടികളാണ്. അപ്പോൾ അത് കിട്ടിയ ഉടനെ അതിന് ഞാൻ നട്ട് വെക്കും. എനിക്കതിങ്ങനെ ചെടി ഇങ്ങനെ മാറ്റി വെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ രാവിലെ അതിന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അതുകൊണ്ടാണ് കിച്ചണിലേക്ക് കയറാൻ ലേറ്റ് ആയത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ചോറുണ്ടാക്കാനേ. അപ്പം ഞാൻ മുട്ടയുടെ കൂടെ ബുൾസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഓംലേറ്റ് ആണ്. ഇപ്പോൾ ഹസ്ബൻഡിന് ബുൾസ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബുൾസ ഉണ്ടാക്കുന്ന ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം എൻ്റെ ഇങ്ങനെ പൊട്ടിപ്പോവും ബുൾസ ഉണ്ടാക്കുമ്പോൾ. അതിൻ്റെ അകത്ത് മഞ്ഞക്കുരുവേ അത് പൊട്ടുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ മുട്ട ഉണ്ടാക്കുന്നത്, ബുൾസ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഭാഗ്യത്തിനത് പൊട്ടിക്കാതെടുത്തേ. മിക്ക ദിവസവും അത് പൊട്ടിച്ചളവാറുണ്ട്. ഇന്ന് എന്തായാലും അത് പൊട്ടിയില്ല. ഇതെൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ കുട്ടി ദോശ ഉണ്ടാക്കുന്നത്. ഈ കുട്ടി ദോശ ഉണ്ടാക്കുമ്പോൾ അതെനിക്ക് എളുപ്പമാണ്. ഒരു 3 എണ്ണം വെച്ചിട്ട് ഞാനിങ്ങനെ പാനിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടാക്കുവേ. അതെനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ജോലിയുടെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ മോളും മോനൊക്കെ ഉറക്കം എണീച്ച് വരുമ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ചൂട് കുറവുണ്ടോ? അപ്പോൾ ഇവിടെ 2 ദിവസമായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യണ കാരണം ഇപ്പോൾ വലിയ ചൂടില്ല. കിച്ചണിലൊക്കെ നിൽക്കാൻ ഇപ്പോൾ ജോലി ചെയ്യാനൊന്നും വലിയ കുഴപ്പമില്ല. മറ്റേത് അടുക്കളയിലേക്കൊന്നും കയറാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ചൂട് കുറവുണ്ടോ അതോ ഭയങ്കര ചൂടാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ രാവിലത്തെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കുള്ളത് മുറ്റം ക്ലീനിക്കാണ്. ഇന്ന് മുറ്റം ക്ലീൻ ചെയ്യാൻ താമസിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റം ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത്. ന്യായമായിട്ട് ചപ്പും ചവറും എല്ലാം ഉണ്ട്. ഇനി എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ രാവിലെ ചെടി നട്ട് വെച്ചതിൻ്റെ എല്ലാം ചട്ടിയൊക്കെ അവിടെ മണ്ണൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതും എല്ലാം ഒന്ന് നീറ്റാക്കി